നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മളൊരു അന്താരാഷ്ട്ര പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പുരസ്കാരമാണ് ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം അല്ലേ. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻബെക്ക് എന്നറിയപ്പെടുന്ന ഒരു സാഹിത്യകാരിക്കാണ്. സാഹിത്യകാരിയുടെ പേരെന്താണ്? ജെന്നി എർപ്പൻബെക്ക് ആണ് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് ഈ ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം നൽകുന്നത് എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ആർക്കാണ് പുരസ്കാരം നൽകുന്നത്? മറ്റു ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും നോവലുകൾ എന്ത് ചെയ്യുന്നു, ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ അയർലൻഡിൽ മൊഴിമാറ്റം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത്തരം കൃതികൾക്കാണ് ഈ ബുക്കർ സമ്മാനം നൽകുന്നത്. ഏതിനാണ് നൽകുന്നത്? മറ്റു ഭാഷകളിൽ നിന്ന് ബ്രിട്ടൻ അല്ലെങ്കിൽ അയർലൻഡിൽ മൊഴിമാറ്റം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന കൃതികൾക്കാണ് അല്ലെങ്കിൽ നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നൽകുന്നത്. ഈ വർഷം അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നൽകിയിരിക്കുന്നത് ആർക്കാണ്? ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻബെക്കിനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ കെയ്റോസ് എന്നറിയപ്പെടുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഒരു നോവലിന്റെ പേരെന്താണ്? കെയ്റോസ് എന്നാണ് നോവലിന്റെ പേര്. ഈ കെയ്റോസ് എന്ന നോവലിന്റെ പശ്ചാത്തലം എന്താണ് ആ നോവലിൽ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നുണ്ട്. കിഴക്കൻ ജർമ്മനിയുടെ അന്ത്യവർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു 19-കാരിയും ഒരു 50-കാരനും തമ്മിൽ നടന്ന തീവ്രമായ ഒരു പ്രണയത്തിന്റെ കഥയാണ് ഈ നോവലിലെ പ്രതിപാദ്യ വിഷയം. അപ്പൊ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻബെക്ക് എന്നറിയപ്പെടുന്ന സാഹിത്യകാരിക്കാണ്. അവരുടെ കെയ്റോസ് എന്നറിയപ്പെടുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കെയ്റോസിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? 19 വയസ്സുകാരിയും 50 വയസ്സുകാരനും തമ്മിലുള്ള തീവ്ര പ്രണയ കഥയാണ്. എവിടെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്? കിഴക്കൻ ജർമ്മനിയുടെ അന്ത്യവർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രണയം നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോവലായിരുന്നു ഈ കെയ്റോസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ പുരസ്കാരം നൽകുന്നത് മറ്റു ഭാഷകളിൽ നിന്നും മൊഴിമാറ്റം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന കൃതികൾക്കാണ് കൊടുക്കുന്നത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൊഴിമാറ്റം ചെയ്ത ഒരാൾ ഉണ്ടാവുമല്ലോ അല്ലെ, സ്വാഭാവികമായിട്ടും. ആരാണ് ഈ പറയുന്ന കെയ്റോസ് എന്നറിയപ്പെടുന്ന നോവൽ മൊഴിമാറ്റം ചെയ്തത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആരാണ്? മൈക്കൽ ഹോഫ്മാൻ ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? മൈക്കൽ ഹോഫ്മാൻ ആണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് കൂടിയാണ് പുരസ്കാരം ലഭിക്കുക. ഈ പുരസ്കാര തുക രണ്ടുപേർക്കും തുല്യമായിട്ട് വീതിച്ച് നൽകുകയാണ് ചെയ്യുക. ഏകദേശം ഇന്ത്യൻ രൂപയായ ഒരു 55 ലക്ഷം രൂപയാണ് ഇതിന്റെ പുരസ്കാര തുക. ഇത് എഴുതിയ ആൾക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾക്കും തുല്യമായിട്ട് വീതിച്ച് നൽകാറാണ് പതിവ്. ഇവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ എഴുത്തുകാരിയാണ് ഈ ജെന്നി എർപ്പൻബെക്ക് എന്നറിയപ്പെടുന്നത്. ഈ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ എഴുത്തുകാരിയാണ് ആര്? ഈ ജെന്നി എർപ്പൻബെക്ക് എന്നറിയപ്പെടുന്ന സാഹിത്യകാരി. അതോടൊപ്പം ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ പുരുഷ ട്രാൻസ്ലേറ്റർ ആണ് ഈ ഹോഫ്മാൻ. മൈക്കൽ ഹോഫ്മാൻ എന്താണ്? പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ പുരുഷ ട്രാൻസ്ലേറ്റർ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2024 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജെന്നി എർപ്പൻബെക്കിനാണ്. 2023 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബൾഗേറിയൻ എഴുത്തുകാരനായ ജോർജി ഗോസ്പോഡിനോവിനാണ്. അദ്ദേഹത്തിന്റെ ടൈം ഷെൽട്ടർ എന്നറിയപ്പെടുന്ന നോവലിനാണ് 2023 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത മറ്റൊരു പുരസ്കാരം നോക്കാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് പുലിറ്റ്സർ അവാർഡ്. 2024 പുലിറ്റ്സർ അവാർഡുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഈ പുരസ്കാരം ആർക്കാണ് നൽകുന്നത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. US മാധ്യമ സാഹിത്യ മേഖലകളിലെ നേട്ടങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. എവിടെ? US മാധ്യമ സാഹിത്യ മേഖലകളിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പുലിറ്റ്സർ സമ്മാനം നൽകുന്നത്. പുലിറ്റ്സർ ബോർഡാണ് ഈ സമ്മാനം ശുപാർശ ചെയ്യുക. ഇത് പ്രഖ്യാപിക്കുന്ന ആരാണ്? കൊളംബിയൻ സർവകലാശാലയാണ്. സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് പുലിറ്റ്സർ ബോർഡിന്റെ ശുപാർശ പ്രകാരം കൊളംബിയൻ സർവകലാശാലയാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. ഈ വർഷത്തെ അന്താരാഷ്ട്ര റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിനാണ്. അന്താരാഷ്ട്ര റിപ്പോർട്ടിങ്ങിനുള്ള പുലിറ്റ്സർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിനാണ്. എന്ത് റിപ്പോർട്ട് ചെയ്തതിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്? ഹമാസ് ആക്രമണത്തെക്കുറിച്ചും ഗാസയിലെ ഇസ്രായേൽ തിരിച്ചടിയെക്കുറിച്ചുമൊക്കെയുള്ള സമഗ്രമായ വാർത്തകൾ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെക്കുറിച്ചും ഗസയിലെ ഇസ്രായേൽ തിരിച്ചടിയെക്കുറിച്ചും സമഗ്രമായ വാർത്തകൾ നൽകിയതിനാണ് ഈ പുലിറ്റ്സർ പുരസ്കാരം നൽകിയിരിക്കുന്നത്.
പിന്നെ അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് എന്ന ഭാഗത്ത് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത് ഹന്ന ഡ്രയർ എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടർക്കാണ്. ഹന്ന ഡ്രയർ ആണ് റിപ്പോർട്ടറുടെ പേര്. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടറാണ്. അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് മേഖലയിലാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി ഇനത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റോയിട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർക്കാണ് ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി ഇനത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ സാഹിത്യ വിഭാഗം പറയുന്നുണ്ട്, ജെയ്നാൻ ഫിലിപ്സ് രചിച്ച നൈറ്റ് വാച്ച് എന്നറിയപ്പെടുന്ന കൃതിക്കാണ് സാഹിത്യ പുരസ്കാരം. പുലിത്സർ അവാർഡിലെ സാഹിത്യ വിഭാഗം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നൈറ്റ് വാച്ച് എന്നറിയപ്പെടുന്ന കൃതിക്കാണ്. ആ കൃതി രചിച്ചതാരാണ്? ജെയിൻ ആനാണ് കൃതി രചിച്ചത്. പിന്നെ കഥേതര വിഭാഗം എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമുണ്ട്. അത് ലഭിച്ചിരിക്കുന്നത് നദാൻ ത്രാൽസിനാണ്. നദാൻ ത്രാൽസിന്റെ പുസ്തകം ഏതാണ്? എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആബേദ് സലാമ, അനാട്ടമി ഓഫ് ജെറൂസലേം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇഫ്ലോ എന്നറിയപ്പെടുന്ന ഒരു പദ്ധതി ഉണ്ട്. എന്താണ് ഇഫ്ലോ എന്നറിയപ്പെടുന്ന പദ്ധതി? നമ്മുടെ ദേശീയ നദിയായ ഗംഗയെ നിരീക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് ഇഫ്ലോ പദ്ധതി. നമുക്കറിയാം 2008 ഗംഗാ നദിയെ നമ്മുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് അല്ലെ. ഈ ഗംഗാ നദിയെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇഫ്ലോ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഇഫ്ലോ മോണിറ്ററിംഗ് സിസ്റ്റം അവതരിപ്പിച്ച കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന്റെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന വിഭാഗമാണ്. 2018 ഒരു ഉത്തരവിറക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാർ 2018 ഇറക്കിയ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിലെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്നറിയപ്പെടുന്ന ഒരു മിഷൻ ആരംഭിച്ചത്. അതിന്റെ കീഴിലാണ് ഇഫ്ലോ എന്നറിയപ്പെടുന്ന ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണ് ഈ പറയുന്ന ഇഫ്ലോ എന്ന പദ്ധതിയുടെ ഇതിൽ വരുന്നതെന്നാണ് പറയുന്നത്? നദികളുടെ ഒഴുക്ക്, ജലത്തിന്റെ ഗുണനിലവാരം, അണക്കെട്ടുകളുടെ സ്വാധീനം എന്നിവ തുടർച്ചയായിട്ട് വിശകലനം ചെയ്യുന്നതിനാണ് ഈ ഇഫ്ലോ എന്നറിയപ്പെടുന്ന ഈ സിസ്റ്റം വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇഫ്ലോ എന്നറിയപ്പെടുന്ന സിസ്റ്റം വികസിപ്പിച്ചത് എന്തിനാണ്? ജലത്തിന്റെ ഗുണനിലവാരം, നദികളുടെ ഒഴുക്ക്, അതോടൊപ്പം അണക്കെട്ടുകളുടെ സ്വാധീനം എന്നിവ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞു ഗംഗയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി ആരംഭിച്ചത് പറഞ്ഞു അല്ലെ. ഗംഗയെ മാത്രമല്ല, യമുന അടക്കമുള്ള ഗംഗയുടെ പോഷക നദികളും ഈ ഇഫ്ലോയുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പദ്ധതിയാണ് ഐമക് പദ്ധതി. ഐമക്കിന്റെ പൂർണ്ണ രൂപം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നാണ് ഐമക്കിന്റെ പൂർണ്ണ രൂപം. എന്താണ് ഐമക്കിന്റെ പൂർണ്ണ രൂപം? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അപ്പൊ രണ്ട് ഈ ഉണ്ട് അവിടെ, രണ്ട് പിന്നെ ഈ വരുന്നത് നമ്മുടെ സംഘടനയുടെ പേരിൽ ഐമക്ക് ഒരൊറ്റ ഈ ഉള്ളൂ. പക്ഷെ ഇതിൽ യൂറോപ്പും ഉണ്ട്, അതേപോലെ എക്കണോമിക്കും ഉണ്ട്. മാറിപ്പോയത് നമ്മൾ ഓപ്ഷനിൽ വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ഐമക്കിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നാണ് ഐമക്കിന്റെ പൂർണ്ണ രൂപം. എന്താണ് ഈ ഐമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൗദി അറേബ്യ, ഇന്ത്യ, UAE, യൂറോപ്പ്, US ഏതൊക്കെ ഉണ്ട്? സൗദി അറേബ്യ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, UAE ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, US ഉണ്ട്. നമുക്കറിയാം ഇന്ത്യ, ഇതിന്റെ പേര് തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എന്നാണ് അല്ലെ. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആരൊക്കെ ഉണ്ട്? സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, പിന്നെ യൂറോപ്പ് അതിൽ പേരിൽ തന്നെ ഉള്ളതാണ്, യൂറോപ്പ് ഉണ്ട്, പിന്നെ US ഉണ്ട്. അപ്പോൾ സൗദി അറേബ്യ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, UAE ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, US ഉണ്ട് തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന റോഡ്, റെയിൽ, സമുദ്ര ഗതാഗത ശൃംഖലയാണ് ഐമക് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഐമക്? സൗദി അറേബ്യ, ഇന്ത്യ, UAE, യൂറോപ്പ്, US തുടങ്ങിയ ബന്ധിപ്പിക്കുന്ന റോഡ്, റെയിൽ, സമുദ്ര ഗതാഗത ശൃംഖലയാണ് ഐമക് എന്നറിയപ്പെടുന്നത്. ഈ ഐമക്കിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ ഐമക് പ്രഖ്യാപിക്കുന്നത്, ഇങ്ങനെ ഒരു കോറിഡോർ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടിയിലാണ്. 2023 ഇന്ത്യയിൽ G20 ഉച്ചകോടി നടന്നു അല്ലെ. ആ G20 ഉച്ചകോടിയിലാണ് ഈ ഐമക് എന്നറിയപ്പെടുന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇത് ഈ പിന്നെ സൗദി അറേബ്യ, ഇന്ത്യ, UAE, യൂറോപ്പ്, US തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഗതാഗത ശൃംഖല രൂപീകരിച്ചിരിക്കുന്നത് ചൈന ആഗോള ചരക്ക് ഗതാഗത ശൃംഖലയെ മാതൃകയാക്കിയിട്ടാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്നറിയപ്പെടുന്ന BRI എന്നറിയപ്പെടുന്ന ഒരു പാതയുണ്ട് ചൈനയുടെ. അതിന് ബദലായിട്ടാണ് ഈ ഐമക് രൂപീകരിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് ചൈനയുടെ ഗതാഗത ശൃംഖലയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്നറിയപ്പെടുന്ന BRI. നമ്മൾ പിന്നെ
G20 ഉച്ചകോടി ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. G20 പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഈ പറയുന്ന ചൈനയുടെ ഈ ഗതാഗത ബെൽറ്റിന് പകരമായിട്ട് ഒരു ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഒരു ഇടനായി രൂപീകരിക്കുമെന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഐമക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ ചൈനയുടെ ചരക്ക് ഗതാഗത സംരംഭമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ബദലായിട്ടാണ് ഈ പറയുന്ന ഐമക്ക് രൂപീകരിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് പ്രേരണാ സ്ഥൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതോടൊപ്പം മഹത് വ്യക്തികളുടെയും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു പുതിയ ഒരു സ്ഥലം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പ്രേരണാ സ്ഥലം എന്ന പേരിൽ. നേരത്തെ പാർലമെന്റിലായിരുന്നു ഈ പറയുന്ന പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നത്. ഈ പാർലമെന്റിൽ നിന്ന് മാറ്റി എല്ലാ പ്രതിമകളെയും ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ പ്രേരണാ സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം രൂപീകരിച്ചത്. എന്തിനു വേണ്ടിയാണ് പ്രേരണാ സ്ഥലം സെറ്റപ്പ് ചെയ്തത്? ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതോടൊപ്പം മഹത് വ്യക്തികളെയും ഒരു സ്ഥലത്ത് തന്നെ പ്രദർശിപ്പിക്കുക, അവരുടെയൊക്കെ പ്രതിമകളെ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രേരണാ സ്ഥൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പാർലമെന്റ് സമുച്ചയത്തിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹത് വ്യക്തികളുടെയും പ്രതിമകൾ മാറ്റി സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് ഈ പറയുന്ന പ്രേരണാ സ്ഥൽ എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും ഇടയിലുള്ള സ്ഥലം. പഴയ പാർലമെന്റ് മന്ദിരത്തിനും അതോടൊപ്പം ലൈബ്രറിക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഈ പറയുന്ന ഈ പ്രതിമകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള പ്രേരണാ സ്ഥൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കടന്നിരുന്ന പ്രതിമകളാണ് എല്ലാം കൂടി മാറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് കേട്ടോ. ഇനി പ്രതിമകളിലൊക്കെ ഒരു QR കോഡ് ഉണ്ടാകും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്ദർശകന് ഈ വ്യക്തികളെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡാറ്റ ലഭിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാ പ്രതിമകളിലും ഒരു QR കോഡ് ഉണ്ടാകും. ഇപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടെങ്കിൽ ഗാന്ധിജിയുടെ പ്രതിമയിൽ ഒരു QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഗാന്ധിജിയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നമ്മുടെ മൊബൈലിലൊക്കെ ലഭിക്കും. അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആരുടെയൊക്കെ പ്രതിമകളാണ് പ്രധാനമായിട്ടും അവിടെ ഉള്ളത്? മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട്, BR അംബേദ്കർ ഉണ്ട്, ഛത്രപതി ശിവജി ഉണ്ട്, ബിർസ മുണ്ട ഉണ്ട്, റാണി ചെന്നമ്മ തുടങ്ങി നിരവധി മഹാന്മാരുടെ പ്രതിമകൾ ഒരിടത്ത് ഒരു കുടക്കീയിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന പ്രേരണാ സ്ഥലം എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മറ്റൊരു ഭാഗത്ത് ഭുജ് സ്മൃതി വൻ എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ ഒരു സ്മാരകമുണ്ട്. ഭുജ് സ്മൃതി വൻ 2001 ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പത്തിന്റെ സ്മാരകമായിട്ട് 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു സ്മാരകമാണ് ഭുജ് സ്മൃതി വൻ എന്നറിയപ്പെടുന്ന സ്മാരകം. ഗുജറാത്തിലാണിതുള്ളത്. ഇത് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. അതായത് 7 സ്മാരകങ്ങളാണ് യുനെസ്കോയുടെ പട്ടികയിലുള്ളത്. അതിലൊന്നായിട്ട് ഗുജറാത്തിലെ ഭുജ് സ്മൃതി വൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം മികച്ച നിർമ്മിതികൾക്കായി യുനെസ്കോ നൽകുന്ന പ്രിക്സ് വെർസൽസ് അവാർഡും ഈ മ്യൂസിയത്തിന് ലഭിക്കും. എന്താണ് ഈ മ്യൂസിയത്തിന് ഒരു അവാർഡ് കൂടി ലഭിക്കും? എന്താണ്? മികച്ച നിർമ്മിതികൾക്കായിട്ട് യുനെസ്കോ നൽകുന്ന ഒരു പുരസ്കാരമാണ് പ്രിക്സ് വെർസൽസ് അവാർഡ്. ഇതും ഏതിന് ലഭിക്കും? ഈ പറയുന്ന ഭുജ് സ്മൃതി വൻ മ്യൂസിയത്തിന് ലഭിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയാണ് ബഹിരാകാശ നിലയത്തിൽ ബാക്ടീരിയ എത്തിയെന്ന് പറഞ്ഞിട്ട് വലിയ ബഹിരാകാശ സഞ്ചാരികളെയൊക്കെ വലിയ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയാണ്. ഏതാണ് ബാക്ടീരിയ? ബാക്ടീരിയയുടെ പേര് എൻട്രോബാക്ടീരിയൽ മുഗഡൻസിസ് എന്നാണ് ബാക്ടീരിയയുടെ പേര്. എൻട്രോബാക്ടർ മുഗഡൻസിസ് എന്നാണ് ബാക്ടീരിയയുടെ പേര്. സൂപ്പർ ബഗ് എന്നാണ് ഈ ബാക്ടീരിയകൾ അറിയപ്പെടുന്നത്. അപ്പം എൻട്രോബാക്ടർ ഗുഡൻസിസ് ആണ് ബാക്ടീരിയ. ശ്വാസകോശങ്ങളെയൊക്കെ മാരകമായി ബാധിക്കുന്ന ഒരു ബാക്ടീരിയയാണ് എൻട്രോബാക്ടർ ഗുഡൻസിസ് എന്ന് അറിയപ്പെടുന്നത്. സൂപ്പർ ബഗുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. മൈക്രോബിയൽ മരുന്നുകളെയൊക്കെ ആന്റി മൈക്രോബിയൽ മരുന്നുകളെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റർ ആയിട്ടുള്ള ബാക്ടീരിയകളാണ് ഇവയെ സൂപ്പർ ബഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് എങ്ങനെയാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? മറ്റേതോ സഞ്ചാരികൾ വഴി എത്തിയതാണ്. ഈ ബഹിരാകാശ നിലയത്തിൽ അവിടെ തന്നെ ഉണ്ടായതല്ല. ഈ ഭൂമിയിൽ നിന്ന് ഏതോ ബഹിരാകാശ സഞ്ചാരികളിലൂടെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന എൻട്രോബാക്ടർ മുഗഡൻസിസ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയ.
ഇനി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയെ കുറിച്ച് 2 സ്ഥാപനങ്ങളാണ് പഠനം നടത്തുന്നത്. ഒന്ന് മദ്രാസ് IIT ആണ്. മദ്രാസ് IIT ആയതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ആണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നത്. അപ്പോൾ ബഹിരാകാശ നിലയത്തിലെത്തിയ ബാക്ടീരിയയുടെ പേര് എൻട്രോബാക്ടർ ബുഗഡൻസിസ് സൂപ്പർ ബഗുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നത് ആരൊക്കെയാണ്? ഒന്ന് IIT മദ്രാസ് ആണ്, മറ്റൊന്ന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ പട്ടികജാതിക്കാർ കൂടുതലായി താമസിക്കുന്നതിന് കോളനികൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പട്ടികജാതി സങ്കേതങ്ങളെ കോളനികൾ എന്നും, അതേപോലെ പട്ടികവർഗക്കാരാണ് ഊരുകൂട്ടങ്ങൾ അല്ലെങ്കിൽ സങ്കേതങ്ങൾ, ആ രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ആ പേരുകൾ മാറ്റിക്കൊണ്ട് കേരള സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോളനികൾ ഇനി വേണ്ട, പകരം നഗർ ഉന്നതി പ്രകൃതി എന്ന പേരുകളാണ് ഇനി ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുന്നത്. ഈ ഉത്തരവിൽ ഒപ്പുവെച്ചിട്ടുള്ളത് കെ രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന മുൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം പാർലമെന്റ് MP ആയി തെരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു അല്ലെ. അങ്ങനെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം അവസാനമായിട്ട് ഒപ്പിട്ടിട്ടുള്ള ഒരു ഉത്തരവാണ് ഈ പറയുന്ന കോളനികളെ അതേപോലെ സങ്കേതങ്ങളെ ഊരുകൂട്ടങ്ങളുടെയൊക്കെ പേര് മാറ്റിക്കൊണ്ട് നഗർ ഉന്നതി പ്രകൃതി എന്ന പേരിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് അദ്ദേഹം ഒപ്പുവെച്ചു. ഇതിനു കൂടെ പ്രാദേശികമായിട്ട് കാലികമായിട്ട് കാലാനുസൃതമായ പേരുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും ഇതിൽ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം പിന്നെ ഈ മന്ത്രിസ്ഥാനത്തേക്ക് വന്ന ആളാരാണ്? OR കേളു ആണ് അല്ലെ. മാനന്തവാടിയിൽ നിന്നുള്ള MLA ആയ OR കേളു ആണ് ഇദ്ദേഹത്തിന് പകരമായിട്ട് മന്ത്രിയായിട്ട് തെരഞ്ഞെടുത്തത്. പക്ഷെ ഇദ്ദേഹത്തിന് എല്ലാ വകുപ്പുകളും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന പാർലമെന്ററി വകുപ്പ് ഇപ്പോൾ നിലവിൽ MP രാജേഷിനാണ് നൽകിയിട്ടുള്ളത്. MP രാജേഷ് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. ഈ MP രാജേഷിനാണ് പാർലമെന്ററി കാര്യ വകുപ്പ് നൽകിയിട്ടുള്ളത്. പിന്നെ ദേവസ്വം വകുപ്പ് ഇദ്ദേഹത്തിന്റെ കെ രാധാകൃഷ്ണന്റെ വകുപ്പായിരുന്നു. ഈ ദേവസ്വം വകുപ്പ് നൽകിയിട്ടുള്ളത് ആർക്കാണ്? VN വാസവനാണ്. ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇനി കോളനികൾ ഇനി വേണ്ട എന്നുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് കേരള സർക്കാർ എടുത്തിട്ടുള്ളത്. കേരള പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയത്. കെ രാധാകൃഷ്ണന്റെ അവസാനത്തെ ഫയലായിരുന്നു, അല്ലെങ്കിൽ അവസാനമായിട്ട് കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഒപ്പിട്ടിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ഈ പറയുന്ന പിന്നെ കോളനികളുടെ പേര് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ പുതിയ മന്ത്രി ആരാ നമ്മൾ പറഞ്ഞു? OR കേളു ആണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ജെന്നി അർപ്പംബെക്കിനാണ് ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജർമ്മൻ എഴുത്തുകാരിയാണെന്ന് പറഞ്ഞു. കെയ്റോസ് എന്ന് പറയുന്നവരുടെ നോവലിനാണ് കൃതി ലഭിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് അത് മൊഴിമാറ്റം ചെയ്ത വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞു, മൈക്കൽ ഹോഫ്മാൻ എന്ന് പറഞ്ഞു. പിന്നെ 2024 പുലിറ്റ്സർ അവാർഡിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. US-ലെ പത്ര രംഗത്ത് നൽകുന്ന ഒരു പുരസ്കാരമാണ്, അല്ലെങ്കിൽ മാധ്യമ സാഹിത്യ രംഗത്ത് നൽകുന്ന ഒരു പുരസ്കാരമാണ് പുലിറ്റ്സർ അവാർഡ്. അന്താരാഷ്ട്ര റിപ്പോർട്ടിങ്ങിന് ന്യൂയോർക്ക് ടൈംസിനാണ് കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതോടൊപ്പം അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിന് ഹന്ന ഡ്രയർക്ക്, ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ റോയിട്ടോയ്സിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇഫ്ലോ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു ഇഫ്ലോ എന്ന പദ്ധതി? എന്തിനായിരുന്നു? ഗംഗയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇഫ്ലോ എന്ന പദ്ധതി അല്ലെ. അത് പറഞ്ഞു. പിന്നെ നമ്മൾ ഐമക് പദ്ധതി പറഞ്ഞു. എന്താണ് ഐമക്? ഐമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നറിയപ്പെടുന്ന ഒരു ഗതാഗത ശൃംഖലയാണ് ഐമക്. സൗദി അറേബ്യ, ഇന്ത്യ, UAE, യൂറോപ്പ്, US തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ്, റെയിൽ, സമുദ്ര ഗതാഗത മാർഗമാണ്, ഗതാഗത ശൃംഖലയാണ് ഐമക്. പിന്നെ നമ്മൾ പ്രേരണാസ്ഥൽ പറഞ്ഞു അല്ലെ. എന്തായിരുന്നു പ്രേരണാസ്ഥൽ? പ്രേരണാസ്ഥൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹാന്മാരുടെയും ഒക്കെ പ്രതിമകൾ സ്ഥാപിക്കാൻ വേണ്ടി പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും ഇടയിലുള്ള സ്ഥലത്ത് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് പ്രേരണാസ്ഥൽ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഭുജ് സ്മൃതിവൻ എന്ന് പറഞ്ഞു. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? അത് ഗുജറാത്തിൽ 2001 നടന്ന ഭൂകമ്പത്തിന്റെ സ്മാരകമായിട്ട് 2022 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു സ്മാരകമാണ് ഭുജ് സ്മൃതിവൻ അല്ലെ. ഈ ഭുജ് സ്മൃതിവന് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം അന്താരാഷ്ട്ര നിർമ്മാണങ്ങൾ, മികച്ച നിർമ്മിതികൾക്കായിട്ട് യുനെസ്കോ നൽകുന്ന പ്രിക്സ് വെസൽസ് പുരസ്കാരവും ഈ സ്മാരകത്തിന് ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ.
പിന്നെ ബഹിരാകാശ നിലയത്തിൽ ബാക്ടീരിയ എത്തിയതിനെ കുറിച്ച് പറഞ്ഞു. ബാക്ടീരിയയുടെ പേരെന്തായിരുന്നു? എൻട്രോബാക്ടർ ബുഗഡൻസിസ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയ. സൂപ്പർ ബഗ് എന്ന ആണ് ഇവർ പൊതുവെ അറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. IIT മദ്രാസും അതോടൊപ്പം നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും ഈ ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കേരളത്തിലെ കോളനികളുടെ പേര് മാറ്റിക്കൊണ്ടുള്ള പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള സുപ്രധാനമായ ഉത്തരവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. കൃത്യമായിട്ട് പഠിക്കുക. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.